നമസ്തേ. ആത്മാ ഫൗണ്ടേഷന്റെ 15ാമത്തെ റേസിംഗ് ഡേ ഗെറ്റ് ടുഗെദറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഗർത്ഥം വരമാത്മകദളികാവാസം വരേശുഭം. ആത്മാ ഫൗണ്ടേഷൻ്റെ 15ാം വാർഷികത്തിന് വന്നു ചേർന്നിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വൈരോചനീം കർമ്മഫലേഷു ജുഷ്ടാം ദുർഗാദേവീ ഗും ശരണമഹം പ്രപദ്യേ സുതരസി തരസേ നമഃ. അഗ്നേ ത്വം പാരയാനവ്യോ അസ്മാൻ സ്വസ്തിഭിരതി ദുർഗാണി വിശ്വാ. പൂഷ പൃഥുവേ ബഹുലാന ഉർവേ ഭവാതോ കായതനയായ സംയോഃ. വിശ്വാനി നോ ദുർഗഃ ജാതവേദ സിന്ധുന്നരാവ ദുരിതാദിപരാഗ്നേ തനുവം വിപ്രയസ്വാസ്മഭ്യം സൗഭഗമായ ജസ്വ. ഗോഭിർജുഷ്ടമയുജോ നിഷിപ്തം തവേന്ദ്ര വിഷ്ണോരനു സഞ്ചരേമ. Joining us all the way from UK, Miss Payal Ramchandani, a very talented Kuchipudi artist. I'm so fortunate and so humbled that I get to be a part of this event this time. Sitting so far away from all of you in the UK, I still get to be a part of it. Thank you. I will be doing a small Ganapati shlokam. Who better than Ganapati to help us cross over these hurdles? I also think that this situation is a reminder to all of us to preserve and nurture Mother Nature. And once this is all over, let's make sure that we don't ill-treat her. Let's make sure that we take very good care of her. Take care, everyone. Stay safe. Bye. Devendramuli Mandare Makaranda Kararuna Devendramuli Mandare Makaranda Kararuna Vighnaye Harantu Heramba Charanambujarenavaha Vighnaye Harantu Heramba Charanambujarenavaha Ekadantam Mahakayam Lamodharam Gajananam Vighnaashakaram Devam Herambam Pranamamyaham.
ആത്മ വന്ന വഴികളിലൂടെ ഒരു ചെറിയ യാത്ര. 8 പ്രോജക്റ്റുകളാണ് ആത്മ ഫൗണ്ടേഷൻ ഉള്ളത്. ആത്മ ഗുരുകുലം പെൺകുട്ടികൾക്കുള്ള ഒരു സ്ഥാപനമാണ്. വീട്ടിൽ നിൽക്കാൻ സാധിക്കാതെ ഉള്ള കുട്ടികളെ പഠിക്കാനായിട്ട് നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു. ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെയും ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെയും പ്രകാരത്തിലുള്ള രജിസ്ട്രേഷൻ ആത്മ ഗുരുകുലത്തിന് ഉണ്ട്. ആത്മ ഗുരുകുലത്തിൽ നമ്മൾ കുട്ടികൾക്ക് ഓൾറൗണ്ട് ഡെവലപ്മെന്റിനുള്ള സപ്പോർട്ടാണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആത്മ റെയിൽവേ ചൈൽഡ് ഹെൽപ്പ് ഡെസ്ക് ചൈൽഡ് ലൈനിന്റെ സഹകരണത്തോടുകൂടി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഒരു കിയോസ്ക് ആണ് റെയിൽവേ ചൈൽഡ് ഹെൽപ്പ് ഡെസ്ക്. അത് 24 മണിക്കൂറും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മെയ് 1, 2018 റെയിൽവേ ചൈൽഡ് ഹെൽപ്പ് ഡെസ്ക് അവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ഇതുവരെ 459 കുട്ടികളെ അവിടുന്ന് റെസ്ക്യൂ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആത്മ CADC ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ഡെവലപ്മെന്റ് സെന്റർ കുട്ടികൾക്കുള്ള പഠന വൈകല്യം, പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പെരുമാറ്റത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ആ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യുന്നതിനുമായിട്ടുള്ള സപ്പോർട്ടാണ് നമ്മൾ അവിടെ നൽകുന്നത്. ആത്മ ഫാമിലി കൗൺസിലിംഗ് സെന്റർ ഫ്രീ ആയിട്ടുള്ള കൗൺസിലിംഗ് സപ്പോർട്ട് നമ്മൾ അവിടെ നൽകുന്നുണ്ട്. ആത്മ യോഗപീഠം യോഗ ട്രെയിനിങ് തെറാപ്പി ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോ മുഴുവൻ യോഗ ക്ലാസ്സുകളും ഇവിടെ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കൊരു മിനി ഫിറ്റ്നസ് സെന്ററും കൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആത്മ കലാക്ഷേത്രം കല നമ്മുടെ സന്തോഷ ജീവിതത്തിന് വേണ്ടി ഒരു ഉപാധി എന്ന നിലയിലാണ് ഇവിടെ കലാക്ഷേത്രം പ്രവർത്തിക്കുന്നത്. ആത്മ ഡിജിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് സെന്റർ, ആത്മ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ. പിന്നെ ആത്മയുടെ വേറൊരു മേഖലയാണ് ക്യാമ്പയിൻസ് എന്ന് പറയുന്നത്. ആളുകളെ കൂടുതൽ സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ചെറിയ ചെറിയ ടിപ്സ് അടങ്ങിയ ഒരു 5 ദിവസത്തെ ഒരു ടോക്ക് സീരീസ് ആണ് ലിവിംഗ് ഇൻ ഹാർമണി. സുരേഷ് സാറിന്റെ നേതൃത്വത്തിലാണ് ഈ 5 ദിവസത്തെ ടോക്ക് സീരീസ് നടത്തുന്നത്. ഇതുവരെ നമ്മൾ 34ഓളം 5 ദിവസത്തെ പബ്ലിക് ടോക്ക് നടത്തിയിട്ടുണ്ട്. അടുത്തൊരു ക്യാമ്പയിനാണ് സഹധർമ്മം ശര 3 പോസ്റ്റ് മാരിറ്റൽ ട്രെയിനിങ് പ്രോഗ്രാം. അതിന്റെ ഒരു സിലബസ് ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പ് നമ്മൾ കിലയിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. പിന്നെ വി കെയർ ഫോർ ചിൽഡ്രൻ വി കെയർ പ്രോഗ്രാംസ് ആണ്. കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെതിരെ ഒരു അവയർനെസ് ക്യാമ്പയിൻ നമ്മൾ നടത്തി. അതിൽ 36 മണിക്കൂർ ഉപവാസവും ഒരു ജാഗ്രതാ സംഘവുമായിട്ട് നമ്മൾ തേക്കിൻകാട് മൈതാനിയിൽ വെച്ച് നടത്തിയ ഒരു വലിയൊരു പ്രോഗ്രാം ആയിരുന്നു വി കെയർ ഫോർ ചിൽഡ്രൻ. അതുപോലെ തന്നെ വടക്കുന്നാഥന്റെ മൈതാനത്ത് നടത്തിയ വേറൊരു വലിയൊരു പ്രോഗ്രാം ആയിരുന്നു വി കെയർ ഫോർ വുമൺ എംപവർമെന്റ്. അവിടെയും അവയർനെസ് ക്യാമ്പയിൻ, 5 ദിവസത്തെ ടോക്കുകൾ, 51 മണിക്കൂർ ഉപവാസം, കുറെ നല്ല ആളുകളുടെ ഒരു സദസ്, ഗർഭ 500ഓളം ഡാൻസേഴ്സ് നടത്തിയ ഒരു ഗർഭ ഡാൻസ്, മുതിർന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സെൻസിറ്റൈസിങ് ക്യാമ്പയിൻ സ്കൂളുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രേസ്ഫുൾ ഏജിംഗ് എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ വർക്ക്ഷോപ്സും സംഘടിപ്പിക്കാറുണ്ട്. അഡോളസെന്റ് കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അത് സാധ്യതകളാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു പ്രോബ്ലംസ് ടു പോസിബിലിറ്റീസ്. എംപവർമെന്റ് ഇനീഷ്യേറ്റീവ്സ് കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, അഡോളസെന്റ് കുട്ടികൾ, യൂത്ത് ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ നടത്താറുണ്ട്. നമ്മൾ മെഡിക്കൽ ക്യാമ്പ്സ് സംഘടിപ്പിക്കാറുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ആത്മയ്ക്ക് സ്വന്തമായിട്ടൊരു ആംബുലൻസ് ഉണ്ട്. അതുപോലെ ന്യൂട്രീഷ്യസ് ഫുഡ് കിറ്റ് നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഒരു ഹെൽത്തിന്റെ സെമിനാർ, അങ്ങനെ ഹെൽത്തിന്റെ മേഖലയിൽ, കമ്മ്യൂണിറ്റി ഹെൽത്തിന്റെ മേഖലയിൽ നമ്മൾ കുറെ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ വോളണ്ടിയേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ ചെയ്യാറുണ്ട്. ഫ്ലഡിന്റെ സമയത്ത് ധാരാളം ഫ്ലഡ് റിലീഫ് പ്രോഗ്രാംസ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് 116ഓളം വോളണ്ടിയേഴ്സിനെ മൊബിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2500 വോളണ്ടിയർ മാൻ അവേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. 50 ലക്ഷത്തിൽ പരം രൂപയുടെ ഫ്ലഡ് റിലീഫ് സപ്പോർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 5000-ലധികം ഫാമിലീസിലേക്ക് എത്തിയിട്ടുണ്ട്. 30 ഗ്രാമങ്ങളിലാണ് നമ്മൾ ഈ റിലീഫ് വർക്കുകൾ കൂടുതൽ ചെയ്തിട്ടുള്ളത്. ആത്മ ഫൗണ്ടേഷൻ ഇതുവരെ, അതായത് മെയ് 8, 2006 മുതൽ മാർച്ച് 31, 2020 വരെ ഏകദേശം 1648ഓളം പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അതിൽ 2,87,000-ലധികം ഫാമിലീസിലേക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കാനായിട്ട് ആത്മ ഫൗണ്ടേഷന് സാധിച്ചിട്ടുണ്ട്. ഇതുവരെ ആത്മയുടെ പ്രോഗ്രാമിലേക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു.
എല്ലാവരെയും ഇനിയുള്ള ആത്മീയയുടെ പ്രവർത്തനങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സംഗീത. അടുത്തത് ആത്മ ഫൗണ്ടേഷന്റെ സ്ഥാപക ഡയറക്ടർ ശ്രീ CK സുരേഷ് സർ. എല്ലാവർക്കും നമസ്കാരം. അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെയൊരു ഒത്തുചേരൽ അല്ലെ? സംപൂജ്യ ചിന്മയാനന്ദ സ്വാമിജികളുടെ ജന്മദിനമായി ആഘോഷിക്കുന്ന മെയ് 8 തന്നെയാണ് ആത്മ ഫൗണ്ടേഷന് തുടക്കം കുറിക്കാനായി ഞാൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ആഘോഷം ഒന്ന് തന്നെയാണ്, കാരണങ്ങൾ പലതുണ്ടെങ്കിലും. ഈ വർഷം ലോകമാകെ COVID-19 ദുരിതങ്ങളിൽ അമർന്നിരിക്കുന്ന ഒരു സമയത്താണ് മെയ് 8 കടന്നു വരുന്നത്. രോഗം വന്നു, അത് ബാധിച്ചിരിക്കുന്നു, വ്യാപകമായിരിക്കുന്നു. ആ രോഗത്തിന്റെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞാലും വീണ്ടും നമുക്ക് മുന്നോട്ട് പോകണം. ലോകത്തിന്റെ മനുഷ്യരാശിയുടെ സമസ്ത ജീവജാലങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അതുകൊണ്ട് തന്നെ തുടരുകയും വേണം. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇങ്ങനെയൊരു ആഘോഷം ആത്മ ഫൗണ്ടേഷൻ നടത്താൻ തീരുമാനിച്ചത്. ധാരാളം ആളുകൾ ഇതിനു മുൻപും ഈ സമയത്തും ഒക്കെ ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആത്മയുടെ പ്രവർത്തനം കഴിഞ്ഞ 14 വർഷം കൊണ്ട് വളരെ വ്യത്യസ്തമായ മേഖലകളിൽ ശ്രദ്ധേയമായ രീതിയിൽ നടത്താൻ കഴിഞ്ഞത് കുറേ നല്ല ആളുകളുടെ പിന്തുണ കൊണ്ടാണ്. അതിനുവേണ്ടി സമയം കണ്ടെത്തി പ്രവർത്തിക്കുന്ന വളണ്ടിയർമാർ മുതൽ അതിനാവശ്യമായ റിസോഴ്സസിനെ ഞങ്ങൾക്ക് സഹായിക്കുന്ന നല്ല ആളുകൾ ഉൾപ്പെടെ ധാരാളം ആളുകളുടെ പിന്തുണ, ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ വിജയം വരിച്ച ആളുകൾ ആത്മയുടെ വേദിയിൽ വന്നു. ആത്മയുടെ പ്രവർത്തനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് പല പല സംഘടനകളുടെ പിന്തുണ നമുക്കുണ്ടായി. ഞാൻ ഈ 15ാം റൈസിംഗ് ഡേയുടെ സന്ദർഭത്തിൽ ആത്മയോടെ ഇതുവരെ സഹകരിച്ച എല്ലാവരെയും കൃതജ്ഞതാപൂർവ്വം ഓർമ്മിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആത്മയുടെ വെബ്സൈറ്റ് atmafoundation.org ഇതുവരെ ചെയ്ത ആത്മയുടെ കാര്യങ്ങൾ, ആത്മ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അതിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട്, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ആ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കണം. ഞങ്ങളുമായി അഭിപ്രായങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടെങ്കിൽ പങ്കുവെക്കണം. ആത്മയുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ ഇഷ്ടപ്പെടുക. അതിലൂടെ നമുക്ക് ബന്ധം തുടരാം. കുറച്ചു കാലം കൂടി ഈ കൊറോണയ്ക്ക് ശേഷമുള്ള ലോകക്രമത്തിൽ ഇതുപോലെയുള്ള മാധ്യമങ്ങളിലൂടെയുള്ള സംവാദങ്ങൾക്കുമെല്ലാം പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും തുടർന്നും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്താൽ ആത്മയ്ക്കുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഓൺലൈൻ സംഗമത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാവരോടും, നല്ല കലാകാരന്മാര് അവരുടെ നൃത്ത പരിപാടികളും മറ്റും ഇതിനു വേണ്ടി ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എല്ലാവരോടും സ്നേഹം, കൃതജ്ഞത പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ കോവിഡ് മുക്തമായ ഒരു ലോകത്തെ ആശംസിക്കുന്നു. നമസ്കാരം. ഫാമിലി മൂവീസിലൂടെ മലയാളി മനസ്സുകളിൽ ഇടം പിടിച്ച ശ്രീ സത്യൻ സാറിന് ആത്മയുടെ സ്നേഹ നമസ്കാരം. നിരീക്ഷിക്കാനുള്ള ഒരു ആത്മപരിശോധനയ്ക്കുള്ള ഒരു സമയം. അപ്പം നമ്മൾ വീടുകളിൽ ഇരിക്കുമ്പോൾ തന്നെ വീടുകളിലെ ബന്ധങ്ങൾ അല്ലെങ്കിൽ വീട്ടുകാരിലെ ആളുകളായിട്ടുള്ള ആശയ വൈരുദ്ധ്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കാനും പറഞ്ഞു തീർക്കാനൊക്കെയുള്ള ഒരു സാഹചര്യമായിട്ട് നമ്മൾ സ്വയം നവീകരിക്കാനുള്ള സാഹചര്യമായിട്ട് നമുക്കിത് കണക്കിലെടുക്കാം. നിങ്ങൾക്കറിയാം, ഞാൻ പലപ്പോഴും കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് സിനിമ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കുടുംബ സിനിമകളുടെ സംവിധായകനായിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത്, കുടുംബങ്ങളുടെ സംവിധായകനായിട്ടാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ ആത്മ ഫൗണ്ടേഷൻ പ്രസക്തമാകുന്നതും അതിൽ തന്നെയാണ്. അവരേറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളതയ്ക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പുകൾ ഉണ്ടാകുന്ന ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ദൗർബല്യങ്ങൾ അതിനെ വേർതിരിച്ചെടുക്കാനും അതിന് നല്ല പരിഹാരങ്ങൾ കാണാനും ഒരു നല്ല കൺക്ലൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് ഞാൻ അറിഞ്ഞിടത്തോളം ആത്മ ഫൗണ്ടേഷൻ. അപ്പോൾ അത് 14 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. 15ാം വർഷത്തിലേക്ക് നമ്മൾ ഉദിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മളെല്ലാവരും സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാനും മറ്റുള്ളവരെ പറ്റി വേവലാതിപ്പെടാനും ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല. എനിക്കറിയാം, ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ ചൈൽഡ് ലൈൻ പ്രവർത്തിക്കുന്നത് ആത്മ ഫൗണ്ടേഷനിലൂടെയാണ്. അതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ, അതൊക്കെ ഇതിൻ്റെ സംഘാടകർ പറയുമായിരിക്കും, അവർക്ക് കൂടുതൽ വിശദമായിട്ട് പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ എങ്കിലും നന്മ ചെയ്യുക എന്നുള്ള ഒരു പ്രവൃത്തിക്ക് എപ്പോഴും പൂർണ്ണ പിന്തുണ നൽകിയേ തീരും. അപ്പോൾ അത്തരം ഒരു പിന്തുണ ആത്മ ഫൗണ്ടേഷന്
നൽകാൻ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എനിക്ക് ചെയ്യാൻ കഴിയാത്തതാണ് ഈ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർക്ക് സമാധാനവും സാന്ത്വനവും നൽകുക എന്നുള്ളത് ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫൗണ്ടേഷൻ, ആത്മാ ഫൗണ്ടേഷൻ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നു. മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി കഴിയാവുന്ന സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഇന്ന് പുതിയ വർഷത്തിലേക്ക് അതിൽ പ്രവർത്തനത്തിൻ്റെ പുതിയ മേഖലകളിലേക്കുള്ള ഒരു ഉയർച്ചയാണ്. ആ ഉയർച്ച എല്ലാ കാലത്തേക്കും വിജയം വരിക്കട്ടെ. എന്നും നല്ല പേരോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒരവസ്ഥയിലേക്ക് ആത്മ ഫൗണ്ടേഷൻ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. 2013-15 കാലഘട്ടങ്ങളിൽ കേരളത്തിലെ ചീഫ് സെക്രട്ടറി പദവി വഹിച്ചിട്ടുള്ള വളരെ പ്രഗത്ഭനായ IAS ഓഫീസറാണ് ശ്രീ ഭരത് ഭൂഷൺ സർ. Atma Foundation, which is a well-known NGO working out of Trichy town, is completing 14 years of its growth story, and this is the occasion when I am speaking to you. At the moment, as all of us know, the world is in the grip of a kind of a calamity which we have which we have seldom seen. The pandemic, COVID, is ravaging all lands and all sections of people. We know that there are millions of deaths, millions of people who are affected by this disease, and as a result, several thousand people are put to great distress. However, we can be sure the resilience of mankind will bounce back and we will get over our difficulties. Now, when the restoration of our lives or revival of our lives is a question, we can look back and look at what are our resources, and when we do that, we see agencies such as Atma Foundation, which will be called upon to play a very major role. Atma Foundation, as I mentioned, is now achieved a milestone of 14 years growth, and it has been 14 years of tremendous, we can look back at the 14 years with tremendous pride. This has been an organization which has been renowned for the enthusiasm and dedication and commitment of its workers who have kept aside all their personal problems and difficulties while giving human service for the people who are its beneficiaries. One of the difficulties of government programs, as a person who has been exposed to government work for the last more than 3 decades, I can frankly state that we have tended to look at development as some sort of a governmental effort alone. But that is not the case now. There are any number of organizations such as Atma Foundation which can fill up the gaps and in fact give better results when it comes to achieving the welfare of the people at large. Non-governmental organizations cannot all be bracketed in the same category, as all of us know. But so far as Atma Foundation is concerned, I have had the opportunity to see its functioning from close quarters, and I have no hesitation in saying that it has been rendering human service. If you look at the schemes which Atma Foundation has introduced and is carrying on with, we can see that these are all extremely relevant to the upliftment of the downtrodden in our society. I've had the good fortune to be associated in a small way with one of the programs, which is Atma Gurukulam, and which was particularly aimed at benefiting the youth, particularly the young people, the young girls among our society who do not have the advantage of parents' care. And this has been doing excellent work as far as I could see it. Also, we know that there is another scheme which is for the sake of in order to keep a check on a social evil, which is harassment of our young boys and girls who do not have appropriate support from family. That is under the child care scheme. The ultimate goal, as far as I can see, of the working of Atma Foundation has been to reinforce the family values
which many in our society appears to have forgotten in the times of nuclear families. We are all now cast within four walls with our spouse as well as one or two children, and very often we tend to forget what are the values which our long forgotten joint families used to instill. Now I think it is an appropriate time to remember its values, and Atma Foundation has been doing excellent work through its symposia, through its group discussions and syndicate meetings, so that these values are reinforced. I hope in the coming years and months, Atma Foundation will continue to offer excellent service as before, and I hope and pray to the Almighty that its energetic workers may be getting all the support, and both in terms of monetary as well as otherwise when they do their work. Thank you very much. നല്ലൊരു ഭരതനാട്യം പെർഫോമൻസുമായി ഉമാ ഗോവിന്ദ് എത്തിച്ചേരുന്നു. നാം എല്ലാവരും ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി തരണം ചെയ്യാനുള്ള ഊർജം നമുക്കേവർക്കും നൽകണമെന്ന് ഊർജത്തിന്റെ ഉറവിടമായ സൂര്യദേവനോട് പ്രാർത്ഥിക്കുന്നു. സൂര്യസ്തുതി അവതരിപ്പിക്കുന്നു. കാര്യകാരണ സ്വരൂപനേ കാര്യകാരണ സ്വരൂപനേ സൂര്യദേവനേ ശരണം ശരണം കാര്യകാരണ സ്വരൂപനേ. ஆரினில் உன்னை துதிக்காதிருந்தாலும் ஆரினில் உன்னை துதிக்காதிருந்தாலும் ஒரு நாளேனும் பூதிக்க நீ மறந்தனையும் ஒரு நாளேனும் பூதிக்க நீ மறந்தனையுக கமதமாதனி சக மகசனி மகசனி சக கமதனி தனி சக மகசனி சனி தமனி தமதனி கம கமத கமதனி மகசனி தகதனி தமனி தமகச காரிய காரண ஸ்வரூபனே சூரியதேவனே சரணம் சரணம் காரிய காரண ஸ்வரூபனே ஸ்வரூபனே. ஆயிரம் கதிரோனே கண்டமெல்லாம் காப்பவனே ஆயிரம் கதிரோனே கண்டமெல்லாம் காப்பவனே ஆகாய அதிபதியே ஆதவனே ஆகாய அதிபதியே ஆதவனே நின்னொளியின்றி மலருமோ கமலம் ஓ ஓ நின்னொளியின்றி மலருமோ கமலம் நின்னருள்ளின்றி இயங்குமோ அகிலம் சாயாதேவி சமேதனே ஸ்ரீராம சகாயனே மாயா பிரபஞ்ச வினோதனே நேயனே ஆதித்யனே மாயா பிரபஞ்ச வினோதனே நேயனே ஆதித்யனே நாராயண மறுவடிவோனே தாமரை நாயகனே நாகாபரணனே நித்ய பிரகாசனே பாகரனே கமத மாதனி சக மகசனி
మగసని సగ గమదని దని సగ మగదని దని రమని రమదని రమ గమద గమదని మగసని గదని రమని రమగ సకార్య కారణ స్వరూపనే സൂര്യദേവനെ ശരണം ശരണം കാര്യ കാരണ സ്വരൂപനെ സൂര്യ ദേവനെ തമിഴ്നാട്ടിലെ ഹുസൂറിൽ നിന്ന് ഡോക്ടർ വി ബിന്ദു. I think we have come across a lot of NGOs and we have seen their activities. പക്ഷെ എന്തുകൊണ്ടാണ് ചിലവരുടെ പ്രവൃത്തി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നതെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ വിവേകാനന്ദന്റെ ആശയങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ട് ആ മൂല്യങ്ങളെല്ലാം ആവാഹിച്ച് സ്വന്തമായ ഒരു ജീവിത ഒരു വഴി തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയുണ്ട്, ശ്രീ CK സുരേഷ്. അദ്ദേഹമാണ് ഈ ആത്മാ ഫൗണ്ടേഷന്റെ അമരക്കാരൻ അല്ലെങ്കിൽ ആത്മാവ്. എന്ത് ചെയ്യുമ്പോഴും സുരേഷിന് ഒരു ധാരണയുണ്ട്, ഒരു കൃത്യതയുണ്ട്, എന്തിനു വേണ്ടിയാണ് ആ പ്രവൃത്തി എന്നുള്ള വ്യക്തമായ ധാരണയുണ്ട്. അത് ടീമിലെ എല്ലാവർക്കും പങ്കുവെക്കുന്നതിലും അദ്ദേഹത്തിന് അപാരമായ കഴിവുണ്ട്. കൂട്ടിച്ചേർത്ത് നിർത്തിയിട്ടാണ് അദ്ദേഹം ഏത് പ്രവൃത്തിയിലേക്കും ഇറങ്ങുക. വണ്ടർഫുൾ ടീം വർക്ക് ഉണ്ട് ആത്മയ്ക്ക്. ഒരേ മനസ്സുള്ള ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരേ ആശയങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ജീവിതം ഇതിനായി തന്നെ ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് ആത്മയുടെ ടീം. അവരുടെ കമ്മിറ്റ്മെന്റും അവരുടെ ആത്മാർത്ഥതയും ഞാൻ ശരിക്കും അടുത്തു നിന്ന് കണ്ടിട്ടുള്ളതാണ്. സത്യത്തിൽ ആത്മ കൈവയ്ക്കാത്ത ഒരു മേഖലയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫാമിലി റിലേഷൻഷിപ്പ് ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, അതുമല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആവട്ടെ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, ആർട്ട് ആൻഡ് കൾച്ചർ, എല്ലാത്തിലും അവരുടേതായ ഒരു മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഈ തൃശ്ശൂരുള്ള റെയിൽവേ ചൈൽഡ് ഹെൽപ്പ് ലൈൻ എനിക്കറിയാം. വഴിതെറ്റി പോകാവുന്ന വലിയ അപകടത്തിൽ ചെന്ന് പെടാവുന്ന ഒട്ടനവധി കുട്ടികളെ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ആത്മ. അതിന്റെ നേർക്കാഴ്ച തന്നെ എനിക്കറിയാം. അതുപോലെ ആത്മ നടത്തുന്ന ഫ്രീ കൗൺസിലിംഗ് ഉണ്ട്, ഫാമിലി കുട്ടികൾക്കും എല്ലാം നടത്തുന്ന ഫ്രീ കൗൺസിലിംഗ്. അതുവഴി 10,000-കണക്കിന് ആളുകൾക്ക് അതിന്റെ ഗുണം ലഭിച്ചതായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. അവരോടുള്ള എന്റെ ബഹുമാനം വർദ്ധിക്കുന്നത് വേറൊരു കാര്യത്തിലാണ്. ആത്മാ ഗുരുകുലം 50-ൽ താഴെ പെൺകുട്ടികൾ, നിരാലംബരായ പെൺകുട്ടികളെ അവരെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നുണ്ട്. അവരവരെ സംരക്ഷിച്ച് അവരെ ജീവിതത്തിന് ഉതകുന്ന സ്കില്ലുകൾ നൽകി അവരെ വിജയിച്ച പെൺകുട്ടികളാക്കി മാറ്റുന്നു എന്നുള്ളതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആത്മീയമായി വളരെ അടുത്തും അകന്നും പ്രവർത്തിക്കാൻ എനിക്ക് ഒട്ടനവധി അവസരം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ മൈൻഡ് സെറ്റിൽ വരെ സുരേഷും അതുപോലെ ആത്മയും ഒട്ടനവധി സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നിന്ന് ഇപ്പോൾ ഈ പ്രിൻസിപ്പളായി മാറിയ ഈ അവസരത്തിൽ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ ഒരു വളർച്ചയിൽ പോലും ആത്മയ്ക്ക് ഒരു പങ്കുണ്ട്. സുരേഷിനോടും പാർവതി, സംഗീത, അങ്ങനെ ആത്മയിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. എൻ്റെ എല്ലാവിധ ആശീർവാദങ്ങളും അറിയിക്കുകയാണ്. ഇനിയും മുന്നോട്ട് പോകാൻ ഉള്ള ശക്തി ഉണ്ടാകട്ടെ. ഞാൻ കൂടെയുണ്ട്. എല്ലാവർക്കും നന്ദി. ആത്മാ ഗുരുകുലത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ശ്രീമതി രാധിക കൃഷ്ണൻ. ആത്മയുടെ കീഴിൽ 2012 പൊന്നാട്ടുകരയിൽ ആത്മാ ഗുരുകുലം സ്ഥാപിതമായി. പെൺകുട്ടികൾക്ക് വേണ്ടിയ ഒരു ഷെൽട്ടർ കെയർ ഹോം എന്ന് പറയാം. അവിടെ ഇപ്പോൾ 19 പെൺകുട്ടികൾ താമസിച്ച് പഠിച്ചു വരുന്നു. ഇതുവരെ നമ്മൾക്ക് 48 കുട്ടികളെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ 19 പേരും സ്കൂൾ കോളേജ് തലത്തിൽ വിദ്യാഭ്യാസം ചെയ്തു വരുന്നു. അവർക്ക് പഠനത്തിനാണ് നമ്മൾ മുൻതൂക്കം നൽകുന്നതെങ്കിലും അവരുടെ കലാപരമായ കായികപരമായ കഴിവുകളെ
നമ്മൾ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു വരുന്നു. അവർക്ക് നൃത്തം, സംഗീതം എന്നിവ അഭ്യസിപ്പിക്കാൻ, അവരെ പരിശീലിപ്പിക്കാൻ പ്രത്യേകം ക്ലാസുകൾ കൊടുക്കുന്നുണ്ട്. അവർ അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നതിന് ഒരു തെളിവാണ് നമ്മളുടെ സംഗീത അക്കാദമി നൽകുന്ന സ്കോളർഷിപ്പ് ചില കുട്ടികൾക്കെങ്കിലും കിട്ടിയിട്ടുണ്ട്. കായികപരമായ മത്സരങ്ങളിലും അവർ പങ്കെടുത്ത് ജില്ലാതലത്തിലും സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ആത്മാ ഗുരുകുലം ഒരു കൂട്ടുകുടുംബം പോലെ ഈ 19 പെൺകുട്ടികളും അവരെ സഹായിക്കാനും അവരുടെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കാനുമായ 3 അമ്മമാരും അവിടെയുണ്ട്. നമ്മളുടെ വളണ്ടിയേഴ്സായവർ ബാക്കി എല്ലാ കാര്യങ്ങളിലും അവരുടെ കൂടെ നിന്ന് അവർക്ക് സ്നേഹം പങ്കുവയ്ക്കുന്നു. പലരുടെയും സഹായത്താലാണ് നമ്മൾക്ക് ഇതുവരെ മുൻപോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. ആത്മയുടെ ഈ പ്രവർത്തനത്തിന്, ഗുരുകുലത്തിൻ്റെ ഈ നടത്തിപ്പിന് ഇതുവരെ സഹായിച്ച ഓരോരുത്തരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. കൂടുതൽ എല്ലാവരുടെയും സഹായം, സഹകരണവും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ കുറച്ചു സമയവും സ്നേഹവും കുട്ടികളുമായി പങ്കുവയ്ക്കാൻ ഓരോരുത്തരെയും ഞാൻ ഗുരുകുലത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു.